ഹായ് വെൽക്കം എവ്രി വൺ. ഇന്ന് ഇൻക്രെഡിബിൾ ഇംഗ്ലീഷിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ട് ഫ്രേസസ് ആണ്. കാഷ്വൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഫ്രണ്ട്സിനോട്, റിലേറ്റീവ്സിനോട്, നമുക്ക് വളരെയധികം അറിയാവുന്നവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കോൺവെർസേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ആണ്. ഫ്രേസ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഒരു സിംഗിൾ വേർഡ് അല്ലത്. ഇടയ്ക്ക് നമുക്ക് ചില സിംഗിൾ വേർഡ്സും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും ഒരു പെർട്ടിക്കുലർ ഒരാളുടെ മാനറിസത്തിനെ കുറിച്ച്, ഒരാളുടെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് ആണ്. ചിലർ വളരെ ഉത്സാഹമുള്ളവരായിരിക്കും, ചിലർ വളരെ മടിയുള്ളവരായിരിക്കും, ചിലരാണെങ്കിൽ ഒരു ഗ്രൂപ്പിനൊക്കെ ഭയങ്കര മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള ഒരു 20 കോമ്പൗണ്ട് ഫ്രേസസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കാഷ്വൽ ആയിട്ട് കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണിത്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണിത്. അപ്പൊ ഡിലേ ഇല്ലാതെ നമുക്ക് ആദ്യത്തെ വേർഡ് ഏതാണെന്ന് നോക്കാം. സോറി, നോട്ട് വേർഡ്, കോമ്പൗണ്ട് ഫ്രേസ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഈഗർ ബീവർ. ഈഗർ ബീവർ എന്ന് പറയുമ്പോൾ ഈഗർ എന്നുള്ള വേർഡ് എവ്രി വൺ ഈസ് ഫാമിലി. ഈഗർ എന്ന് പറഞ്ഞാൽ വളരെ ക്യൂരിയസ് ആയിട്ട്, വളരെ ഉത്സാഹത്തോടു കൂടി അറിയാൻ ആഗ്രഹമുള്ളവരെയാണ് നമ്മൾ ഈഗർ എന്ന് പറയുന്നത്, അല്ലെ? ഈഗർ ബീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തൂസിയാസ്റ്റിക് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഉത്സാഹമുണ്ട്, അതിനോടൊപ്പം തന്നെ നന്നായി വർക്ക് ചെയ്യുന്നവരെ, ഒരു മടിയില്ലാതെ വർക്ക് ചെയ്യുന്നവരെ നമുക്ക് ഈഗർ ബീവർ എന്ന് പറയാം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് ഓൾവേസ് ദ ഫസ്റ്റ് ടു അറൈവ് ആൻഡ് ദ ലാസ്റ്റ് ടു ലീവ്. എ റിയൽ ഈഗർ ബീവർ. ഇപ്പൊ ഒരു ഓഫീസിൽ വരുന്ന ഒരാളായിരിക്കട്ടെ, ആദ്യം വരുന്നതും അവസാനം പോകുന്നതും അവളാണ്. ശരിക്കും ഒരു എന്തൂസിയാസ്റ്റിക് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ആളാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എ റിയൽ ഈഗർ ബീവർ. ഇത് നമുക്ക് ഏത് കോണ്ടെക്സ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, ഉത്സാഹമുള്ള ഒരാളെ റെഫർ ചെയ്യാൻ ഈഗർ ബീവറിനെ യൂസ് ചെയ്യാം. അടുത്തത് ക്രൗഡ് പുള്ളർ. ഇത് മെനി ഓഫ് യു ആർ ഫെമിലിയർ, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന വേർഡായിരിക്കും. ക്രൗഡ് പുള്ളർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഹീ ഈസ് എ റിയൽ ക്രൗഡ് പുള്ളർ. ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നു, അതല്ലേ ക്രൗഡ് പുള്ളർ എന്ന് പറഞ്ഞാല്. അതായത് ആൾക്കാർ കൂടും, ആ ആളുടെ ഒരു പ്രോഗ്രാം, ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ ആൾക്കാർ കൂടും എന്നാണ് അതിന്റെ അർത്ഥം. സംതിങ് ഓർ സംവൺ ദാറ്റ് ഡ്രോസ് ബിഗ് അറ്റൻഷൻ. എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടുകയും ചെയ്യും, ആൾക്കാർ കാണാൻ വരികയും ചെയ്യും. അപ്പം അദ്ദേഹത്തെ, അങ്ങനെയുള്ള ഒരു ആൾക്കാർ, അല്ലെങ്കിൽ അവരിൽ ഒരു ആവേശം ജനിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമുക്ക് ക്രൗഡ് പുള്ളർ എന്ന് പറയാം. ഒരു പെർഫോമൻസ് നടക്കുമ്പോൾ ഭയങ്കര ആവേശത്തിൽ ആൾക്കാർ ഇരിക്കുമ്പോൾ, ആവേശം ഉണ്ടാവുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവന്റെ ഷോ ഒരു ക്രൗഡ് പുള്ളർ തന്നെ, അല്ലെങ്കിൽ അവനൊരു ക്രൗഡ് പുള്ളർ തന്നെയാണെന്ന് പറയാൻ പറ്റും. ഹി ഈസ് എ റിയൽ ക്രൗഡ് പുള്ളർ. ഒരു സിമ്പിൾ സെന്റൻസ്. അതല്ലെങ്കിൽ ദാറ്റ് ന്യൂ മൂവി ഈസ് എ റിയൽ ക്രൗഡ് പുള്ളർ. ടിക്കറ്റ്സ് ആർ സോൾഡ് ഔട്ട് എവ്രിവെയർ. ആൾക്കാർ കൂടുന്നുണ്ട്, വളരെയധികം ജനത്തിരക്ക് തിയേറ്ററുകളിലുണ്ട്, മൂവിക്ക് വളരെയധികം ആൾക്കാർ കൂടുന്നുണ്ട്, എല്ലായിടത്തും ടിക്കറ്റ്സ് തീർന്നിരിക്കുന്നു, വിറ്റ് തീർന്നിരിക്കുന്നു. ഷോ സ്റ്റോപ്പർ. ഇതുപോലെ തന്നെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഡ്, ഷോ സ്റ്റോപ്പർ. Someone or something that is so impressive or outstanding. ഒരു ഷോർട്ട് സ്റ്റോപ്പർ ആയിരുന്നു. അപ്പം ചില പർട്ടിക്കുലർ ഐറ്റംസ് ആയിരിക്കും, പർട്ടിക്കുലർ ഈവെന്റ്സ് ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ഷോ സ്റ്റോപ്പർ ആയിരുന്നു പറഞ്ഞാല് കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഷോ സ്റ്റോപ്പർ ആയിരുന്നു. ഹെർ പെർഫോമൻസ് വാസ് ദ ഷോ സ്റ്റോപ്പർ ഓഫ് ദ ഈവനിങ്. ഇനി ഗോ ഗെറ്റർ. ഗോ ഗെറ്റർ അഗെയിൻ റെഫർ ടു എ പേഴ്സൺ, അല്ലെ? ഗോ ഗെറ്റർ എന്ന് പറഞ്ഞാല് വെരി ഡിറ്റർമൈൻഡ്, എനർജറ്റിക് ആൻഡ് അംബീഷ്യസ് പേഴ്സൺ. ദൃഢനിശ്ചയമുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, അംബീഷ്യസ് ആയിട്ടുള്ള, തീവ്രമായ ആഗ്രഹമുള്ള വ്യക്തികൾ. അങ്ങനെയുള്ളവരുടെ ഗുണം എന്താണ്? എന്തും ചെയ്തെടുക്കണം എന്നുള്ളൊരു താല്പര്യം കാണും. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അത് ചെയ്തെടുക്കണം എന്നുള്ളൊരു തീരുമാനം അവർക്ക് ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം അത്രത്തോളം ഹാർഡ് വർക്കും ചെയ്യും, ഇനിഷ്യേറ്റീവും എടുക്കും. സംവൺ ഹു ടേക്സ് ഇനിഷ്യേറ്റീവ് ആൻഡ് വർക്ക് ഹാർഡ്. അങ്ങനെയുള്ളവരെ നമുക്ക് ഗോ ഗെറ്റർ എന്ന് പറയാം. ഷീ സ്റ്റാർട്ടഡ് ഹെർ ഓൺ ബിസിനസ് അറ്റ് 19. എ റിയൽ ഗോ ഗെറ്റർ. അറ്റ് ദി ഏജ് ഓഫ് 19 അവളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ഒരു ഗോ ഗെറ്റർ തന്നെയാണ്. എങ്ങനെയും നേടിയെടുത്തേ പറ്റുള്ളൂ, എനിക്കത് നേടിയെടുത്തേ പറ്റുള്ളൂ, അത്രയധികം ആത്മവിശ്വാസമുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്യും,
അതിനുള്ള എനർജി ഉണ്ട്, അതിനുള്ള നിശ്ചയമുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് ഗോ ഗെറ്റർ എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് റെയിനി ഡേ സേവർ. മാറ്റിവെക്കുക. ഇത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്ന ഈ വേർഡ്. പിശുക്കൻ എന്നുള്ള മീനിങ് അല്ല. ഇവിടെ എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം ഉണ്ടായാൽ, എമർജൻസി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഒരു അത്യാവശ്യ ഘട്ടം ഉണ്ടാവുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി കരുതൽ മാറ്റിവെക്കുന്നു, കരുതൽ ധനം നീക്കി വെക്കുന്നവരെയാണ് നമ്മൾ റെയിനി ഡേ സേവർ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹു ഓൾവേസ് പുട്ട് സംതിങ് എസൈഡ് ഫോർ എമർജൻസീസ്. ഉണ്ടായാൽ, അത്യാവശ്യം, അത്യാഹിതം എന്തെങ്കിലും ഉണ്ടായാൽ ഉപയോഗിക്കാൻ വേണ്ടി എന്തെങ്കിലും മാറ്റിവെക്കുന്നവരെ നമ്മൾ റെയിനി ഡേ സേവർ എന്ന് പറയാം. ഇറ്റ്സ് വൈസ് ടു ബി എ റെയിനി ഡേ സേവർ. അങ്ങനെ ആവുന്നത് ബുദ്ധിപരമായ തീരുമാനമാണ്. റെയിനി ഡേ സേവർ ആകുന്നത് ബുദ്ധിപരമായ തീരുമാനമാണ്. നോ ഇറ്റ് ഓൾ. ഇത് നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നവരും ചിലർ എല്ലാം അറിയാവുന്നവരായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അറിയാമെന്ന് ഭാവിക്കുന്നവരെ കുറിച്ചാണ്. someone who acts like they know everything. എല്ലാം അറിയാമെന്ന് ധാരണയുള്ളവരെ കുറിച്ചാണ് know it all എന്ന് പറയാം. He is smart, but his know it all attitude annoys everywhere. ശരിയാണ്, സത്യമാണ്, അവൻ സ്മാർട്ട് തന്നെയാണ്, പക്ഷെ എല്ലാം അറിയാമെന്നുള്ള അവന്റെ ഭാവം ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അനോയ് ചെയ്യാറ് ഇറിറ്റേറ്റ് ചെയ്യുക, ആൾക്കാർക്ക് ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നുണ്ട്. വേർഡ് സ്മിത്ത്. വേർഡ്സ് വേർത്തിനെ കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ദ ഫേമസ് പോയറ്റ് വില്യം വേർഡ്സ് വർത്ത്. അപ്പൊ വേർഡ്സ് വർത്ത് ഡെഫിനറ്റ്ലി വേർഡ് സ്മിത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വേർഡുമായിട്ട് റിലേറ്റ് ചെയ്താണ്. യെസ്, എ പേഴ്സൺ ഹു ഇസ് വെരി സ്കിൽഡ് വിത്ത് വേർഡ്സ്. റൈറ്റിംഗ് ആയിക്കൊള്ളട്ടെ, സ്പീക്കിംഗ് ആയിക്കൊള്ളട്ടെ, രണ്ടിലും ആപ്ലിക്കബിൾ ആണ്. നന്നായി വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നവരെ നമുക്ക് വേർഡ് സ്മിത്ത് എന്ന് പറയാം. സംസാരത്തിലൂടെയാണെങ്കിലും എഴുതുന്നതിലാണെങ്കിലും വാക്കുകൾ നന്നായി പ്രയോഗിക്കുന്നവരെ നമുക്ക് വേർഡ് സ്മിത്ത് എന്ന് പറയാം. ഹി ഈസ് എ റിയൽ വേർഡ് സ്മിത്ത്. ഹി ടെൽസ് സ്റ്റോറീസ് സോ വെൽ. അല്ലെ, ചിലർ നല്ല ഭംഗിയായിട്ട് ഒരു കാര്യം കണ്ടാൽ അത് കണ്ടതുപോലെ തന്നെ അവതരിപ്പിക്കാൻ അവർക്ക് അതിനുള്ള വാക്ചാതുര്യം കാണും. അപ്പൊ അവരെ നമുക്ക് റിയൽ വേർഡ് സ്മിത്ത് എന്ന് പറയാം. നമ്പർ ക്രഞ്ചർ. ഇപ്പൊ വേർഡ് പറഞ്ഞു, സോ നമ്പർ ക്രഞ്ചർ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ക്ലിയർ. നെയിമിൽ, ആ കോമ്പൗണ്ട് ഫ്രേസിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ മീനിങ് ഗസ് ചെയ്യാം. നമ്പേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്നവര്. ഈ വേർഡ് നമുക്ക് സീരിയസ് ആയിട്ടും യൂസ് ചെയ്യാം, ഫണ്ണി ആയിട്ടും യൂസ് ചെയ്യാം. അതായത് തമാശയ്ക്ക് ആൾക്കാരെ റെഫർ ചെയ്യാൻ ഒരു നമ്പർ ക്രഞ്ചർ, ഓ യു ആർ എ നമ്പർ ക്രഞ്ചർ എന്ന് പറഞ്ഞ് നമുക്ക് തമാശയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ വർക്ക് ചെയ്യുന്നവരെ നമ്പർ ക്രഞ്ചർ എന്നും പറയും. അതായത് അനലിസ്റ്റ്, അക്കൗണ്ടൻസ്, അവരെയൊക്കെ നമ്മൾ നമ്പർ ക്രഞ്ചേഴ്സ് എന്നാണ് റെഫർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സീരിയസ്. അപ്പം someone who is skilled at numbers അല്ലെങ്കിൽ skilled at doing maths, വർക്കിംഗ് വിത്ത് നമ്പേഴ്സ്, അവരെല്ലാവരും നമുക്ക് നമ്പർ ക്രഞ്ചർ എന്ന് റെഫർ ചെയ്യാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ അതുകൊണ്ട് എഴുതിയിട്ടില്ല. വെറ്റ് ബ്ലാങ്കറ്റ്. വെറ്റ് ബ്ലാങ്കറ്റ്. ബ്ലാങ്കറ്റിന്റെ പർപ്പസ് എന്താണ്? തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ. അപ്പൊ വെറ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ് ആണെങ്കിലോ, അപ്പൊ എന്താണ് അതിനർത്ഥം? someone who spoils the fun. ചില ആൾക്കാരുണ്ടാവും കൂട്ടത്തിലിരുന്ന് മുഖം കറുപ്പിച്ചു പിടിച്ച് എന്ത് രസം ഉണ്ടായാലും ഇതിലൊന്നും രസിക്കാതെ ദേഷ്യപ്പെട്ടൊരിടത്ത് മാറിയിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ കമന്റ് പറഞ്ഞ് അതിന്റെ ആ ഒരു രസം മുഴുവൻ നശിപ്പിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരെ നമുക്ക് വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറയാം. someone who spoils. Spoils means നശിപ്പിക്കുക. Who spoils the fun. Don't be a wet blanket. Join the game and have fun. ഒരു മൂലയ്ക്ക് പോയി ചടങ്ങിരിക്കുകയായിരിക്കും കൂട്ടത്തിലൊന്നും കൂടാതെ. അപ്പം അവരോട് നമുക്ക് പറയാം ഡോണ്ട് ബി എ വെറ്റ് ബ്ലാങ്കറ്റ്, ജോയിൻ ദ ഗെയിം ആൻഡ് ഹാവ് ഫൺ. സ്ലോ ബേണർ. സ്ലോ ബേണർ എന്ന് വെച്ചാൽ പതിയെ പതിയെ, സ്ലോ എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ ഉണ്ട്. പതിയെ സക്സസിലേക്ക് എത്തുന്നവര് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കും, ഈസിലി അച്ചീവബിൾ അല്ല. അതിനുള്ള വേർഡ് നമ്മൾ കാണുന്നുണ്ട്. അവർ ചിലപ്പം വളരെ മോശം പെർഫോമൻസ് ആയിരിക്കും തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത്, പക്ഷെ അവരുടെ ഹാർഡ് വർക്കിലൂടെ ഓരോ ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്ത് ഫൈനലി റെക്കഗ്നിഷനിൽ എത്തുന്നു, എല്ലാവരും അറിയപ്പെടുന്നു, അല്ലെങ്കിൽ സക്സസിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ളവരെ നമുക്ക് സ്ലോ ബേണർ എന്ന് പറയാം. എ പേഴ്സൺ ഹു ഗ്രാജുവലി ഗെയിൻസ് റെക്കഗ്നിഷൻ ഓർ സക്സസ്. ഹെർ കരിയർ വാസ് എ സ്ലോ ബേണർ, ബട്ട് നൗ ഷീ ഈസ് വൺ ഓഫ് ദ ടോപ്പ് ആക്ടേഴ്സ്. വാസ് എ സ്ലോ ബേണർ. തുടങ്ങിയത് വളരെ സ്ലോ ആയിട്ടാണ്, പക്ഷെ ഇപ്പോൾ വൺ അമംഗ് ദ ടോപ്പ് ആക്ടേഴ്സ്. വൺ അമംഗ് ദ ടോപ്പ് ആക്ടേഴ്സ്. സ്പാർക്ക് പ്ലഗ്. ഇതാണ് എന്താണ്?
ഒരു റിയൽ മോട്ടിവേറ്റർ ഓഫ് ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് വളരെ ആ ഒരു ടീം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഗ്ലൂമി ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് അവർക്ക് എനർജി കൊടുക്കുന്ന, ഇതൊന്നും സാരമില്ല, നമുക്ക് ഇനിയും ചെയ്യാം, ദർ ഇസ് സംതിങ് ബെസ്റ്റ് വെയിറ്റിംഗ് ഫോർ അസ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അതിന് പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ആ ഒരു ഗ്രൂപ്പിനെ ജീവിപ്പിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരാൾ കാണും ആ ഒരു ഗ്രൂപ്പില്, ഫ്രണ്ട്സിന്റെ ഇടയ്ക്കാണെങ്കിലും ഫ്രണ്ട് സർക്കിൾസിന്റെ ഇടയ്ക്കാണെങ്കിലും ഓഫീസ് സ്പേസിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും അങ്ങനെ ഒരു മെമ്പർ കാണും. അതായത് എല്ലാവരുടെയും ഒരു പോസിറ്റീവ് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾ, വളരെ ലൈവ്ലി ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മോട്ടിവേറ്റർ ഇൻ എ ഗ്രൂപ്പ്, അവരെ നമുക്ക് സ്പാർക്ക് പ്ലഗ് എന്ന് പറയാം. ഹി ഈസ് ഓൾവേസ് ദ സ്പാർക്ക് പ്ലഗ് ഓഫ് അവർ ഗ്രൂപ്പ്, ഓൾവേസ് ബ്രിങ്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. അവനാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ സ്പാർക്ക് പ്ലഗ്. എപ്പോഴും പുതിയ പുതിയ നൂതനമായ ആശയങ്ങളുമായിട്ട് അവൻ വരും. ലൂസ് കാനൻ, ഇതൊരു നെഗറ്റീവ് ഫ്രേസ്, നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ വേർഡ് എന്ന് പറഞ്ഞാൽ ആദ്യം മീനിങ് പറയാം. ഇങ്ങനെയുള്ളവരെ ലൂസ് കാനൻ എന്ന് റെഫർ ചെയ്യുന്നത് ഒന്നും മുന്നും പിന്നും ചിന്തിക്കാതെ സംസാരിക്കുന്നവര്, പ്രവർത്തിക്കുന്നവര്. അവര് ചെയ്യുന്ന, അവരുടെ വായിൽ നിന്ന് വീഴുന്ന ആ വാക്കുകൊണ്ട് അവർക്ക് തന്നെ ചിലപ്പോൾ ദോഷമായിരിക്കാം, ചുറ്റിനുമുള്ളവർക്കും ദോഷമായിരിക്കും. വേണ്ടാത്ത, അസ്ഥാനത്ത് കയറി വേണ്ടാത്ത പ്രയോഗങ്ങൾ നടത്തുന്നവര്, പറഞ്ഞു കഴിയുമ്പോൾ പറയണ്ടായിരുന്നു എന്ന് തോന്നുന്നവര്, അറിയാതെ ചെയ്തു പോകുന്നതാണ്. അവര് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, അറിയാതെ ചെയ്തു പോകുന്നതാണ്. അപ്പൊ അവരെ നമുക്ക് ലൂസ് കാനൻ എന്ന് പറയാം. ഹു ആക്ട്സ് റെക്ലെസ്ലി. റെക്ലെസ്ലി മീൻസ് കെയർലെസ്ലി, ചിന്തിക്കാതെ. അൺപ്രഡിക്റ്റബിളി, ഇവരെങ്ങനെ പ്രവർത്തിക്കും, എന്ത് പറയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കൊണ്ടെത്തിക്കും. വിതൗട്ട് തിങ്കിങ് അബൌട്ട് ദ കോൺസിക്വൻസസ്. കോൺസിക്വൻസസ് മീൻസ് അതിന്റെ പരിണിത ഫലങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കയറി എന്തെങ്കിലും പറയും അല്ലെങ്കിൽ കയറി എന്തെങ്കിലും ചെയ്യും. അപ്പൊ അവരെ നമുക്ക് ലൂസ് കാനൻ എന്ന് വിളിക്കാം. ബി കെയർഫുൾ വിത്ത് ഹിം ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. ഹി ഈസ് എ ലൂസ് കാനൻ. മേ ബി ഇമ്പോർട്ടൻറ്റ് ബിസിനസ് മീറ്റിംഗ് ആയിരിക്കും, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് കിട്ടാവുന്ന ഒരു ബിസിനസ് ഡീല് കയ്യിൽ നിന്ന് പോകും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ മേക്കിംഗ് മീറ്റിംഗ് ആയിരിക്കും, വേണ്ടാത്തത് പറഞ്ഞ് എല്ലാം കോളാക്കും. അതുകൊണ്ട് അവനെ ശ്രദ്ധിച്ചോളുക. ഹീസ് എ ലൂസ് കാനൻ. അപ്പൊ നമുക്ക് ലൂസ് കാനൻ നമ്മൾ യൂസ് ചെയ്യാം. ഓർത്തോണം, ഇതെല്ലാം തന്നെ കാഷ്വൽ ആയിട്ടുള്ള റെഫറൻസസ് മാത്രമാണ്. നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന വാക്കുകൾ മാത്രമാണ്. ഒരിടത്തും എഴുതാനും ഒന്നുമല്ല, വളരെ കാഷ്വൽ ആയിട്ടുള്ളതാണ്. ബിഗ് മൗത്ത്. ഇപ്പൊ ലൂസ് കാനൻ പോലെ ബിഗ് മൗത്ത് അതുപോലെ തന്നെ വരും. ബിഗ് മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തവര്, വായിൽ വരുന്നത് വിളിച്ചു പറയുന്നവര്, ഒത്തിരി വേണ്ടാതെ കുറേ സംസാരിക്കും, സംസാരിച്ച് പറയാൻ പാടില്ലാത്തതെല്ലാം വെളി പറയും. അങ്ങനെയുള്ളവരെ നമുക്ക് ബിഗ് മൗത്ത് എന്ന് പറയാം. someone who talks too much or can't keep a secret. അവർക്ക് സീക്രട്ട് വെക്കാൻ പറ്റില്ല. don't tell him your secret. he has a big mouth. അവന് ബിഗ് മൗത്ത് ആണുള്ളത്. he is എന്നല്ല, he has a big mouth എന്നാ നമ്മൾ പറഞ്ഞേക്കണം. അടുത്തത് ടഫ് നട്ട്. ഐ ഹോപ്പ് ദറ്റ് എ വേർഡ്, ദറ്റ് ഫ്രേസ് ഇസ് ക്ലിയർ ടു യു. എഴുതി കാണാൻ പറ്റുന്നില്ലെങ്കിൽ ടഫ്, TOUGH, ടഫ്, ദെൻ നട്ട്, ടഫ് നട്ട്. ടഫ് നട്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റബേൺ ആയിട്ട്, എന്നുവെച്ചാല് ആരോടും തുറന്നു പറയില്ല, മനസ്സിൽ എന്താ ഇരിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല. ഇമോഷണലി വളരെ ഗാർഡഡ് ആണ് അവരോട് ആരോടും ഒന്നും തുറന്ന് സംസാരിക്കില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് ടഫ് നട്ട് എന്ന് പറയാൻ പറ്റും. ഷീ ഈസ് എ ടഫ് നട്ട്. ഡസൻറ്റ് ടോക്ക് മച്ച് ഓർ ഷോ ഇമോഷൻ. എന്താണ് അവരുടെ ഫീലിംഗ്, ആ പർട്ടിക്കുലർ മൊമെന്റിലെ ഫീലിംഗ് എന്ന് പോലും എക്സ്പ്രസ് ചെയ്യത്തില്ലാത്തവർ, അങ്ങനെ നമുക്ക് ടഫ് നട്ട് എന്ന് പറയാം. ചില പ്രോബ്ലംസ് കണ്ടിച്ച് ടഫ് നട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ ടഫ് നട്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ഒരാളെ റെഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട് കോളർ. ഹി ഈസ് ദ ഡിസിഷൻ മേക്കർ. ഏതൊരു കാര്യം, മേ ബി ദ ബോസ് ഓഫ് ദ കമ്പനി, അല്ലെങ്കിൽ ഒരു ടീമിന്റെ ലീഡ് ആയിരിക്കാം, പേഴ്സൺ ഇൻ ചാർജ് ഓഫ് സംതിങ്, അവരെ നമുക്ക് ഷോർട്ട് കോളർ എന്ന് പറയാം. അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഹി ഈസ് ദ ഷോർട്ട് കോളർ ഇൻ ദ കമ്പനി, സോ എവ്രി വൺ ലിസൺസ് ടു ഹിം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കമ്പനിയിലെ ഡിസിഷൻ മേക്കർ അദ്ദേഹമാണ്, അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിനെ ലിസൺ ചെയ്യും. ഹൈ ഫ്ലയർ. നമ്മൾ സ്ലോ ബേണർ പറഞ്ഞു. സ്ലോ ബേണർ മീൻസ് ഗ്രാജുവലി സക്സസിലേക്ക് വരുന്നത്. ഹൈ ഫ്ലയർ എന്ന് പറഞ്ഞാൽ ആ സച്ച് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള, എബിലിറ്റി ഉള്ള ഒരാൾ, കഴിവുള്ള ഒരാൾ. അതായത് എല്ലാവർക്കും ഉറപ്പാണ് ഈ വ്യക്തി നല്ല നിലയിലെത്തും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ്.
എല്ലാവരുടെയും ലൈഫ് സക്സസ്ഫുൾ ആണ് ഇൻ ദയർ ഓൺ വേ. പക്ഷെ നമ്മൾ പറയുന്ന ഒരു വലിയ ഒരു റെക്കഗ്നിഷൻ അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തും. എന്തിന് പോയാലും ഫസ്റ്റ് അല്ലെങ്കിൽ എന്തിനു പോയാലും മുന്നിൽ നിൽക്കുന്ന അങ്ങനെയുള്ളവരെ നമുക്ക് ഹൈ ഫ്ലയർ എന്ന് പറയാം. എസ്പെഷ്യലി നമ്മുടെ സ്കൂൾസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഏത് കാര്യത്തിലും നമുക്ക് പറയാവുന്ന ഒരു വേർഡാണ് ഹൈ ഫ്ലയർ. സമൺ വിത്ത് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ആൻഡ് എ വെരി സക്സസ്ഫുൾ പേഴ്സൺ, അങ്ങനെയുള്ളവരെ ഹൈ ഫ്ലയർ എന്ന് പറയുന്നു. ദ സ്റ്റുഡന്റ് ഈസ് എ ഹൈ ഫ്ലയർ, ഓൾവേസ് ടോപ്പിംഗ് ദ ക്ലാസ്. ബെഞ്ച് വാമർ. ബെഞ്ച് വാമർ പ്രസന്റ് ആണ്, അവിടെ ആളുണ്ട്. ഇപ്പൊ നമ്മള് കമ്പനീസിലൊക്കെ ബെഞ്ചിൽ ഇരിക്കുക എന്നൊരു യൂസേജ് ഉണ്ട് അല്ലെ. ഗ്രൂപ്പിലുണ്ട് പക്ഷെ വർക്ക് ഒന്നും ചെയ്യാനില്ല, അങ്ങനെ ഇരിക്കുന്നവര്. അപ്പൊ അതുപോലെയാണ് ബെഞ്ച് വാമർ. എ പേഴ്സൺ ഹു ഇസ് പ്രസന്റ് ബട്ട് റയർലി ഗെറ്റ്സ് ഇൻവോൾവ്, ഒന്നിലും ഇൻക്ലൂഡഡ് അല്ലായിരിക്കും, അങ്ങനെയുള്ളവരെ നമുക്ക് ബെഞ്ച് വാമർ എന്ന് പറയാം. നെക്സ്റ്റ് കൗച്ച് പൊട്ടറ്റോ. ഇതിനും ഞാൻ സെന്റൻസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, കാരണം കൗച്ച് പൊട്ടറ്റോ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ്. കൗച്ച് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ വളരെ ലേസി ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇഷ്ടമില്ലാത്തവരെ നമുക്ക് കൗച്ച് പൊട്ടറ്റോ എന്ന് പറയാൻ പറ്റും. എന്താണ്, കൗച്ചിൽ എപ്പോഴും ചുരുണ്ടിരിക്കാൻ ഇഷ്ടമുള്ള, വെറുതെ ഇരിക്കാൻ ഇഷ്ടമുള്ള അവരെയാണ് നമ്മൾ കൗച്ച് പൊട്ടറ്റോ എന്ന് പറയുന്നത്. നമ്മൾ പറയും ഡോൺ ബി എ കൗച്ച് പൊട്ടറ്റോ, കം ഔട്ട് സൈഡ് ഡു സംതിങ് എന്ന് പറയൂലേ, അതാണ് കൗച്ച് പൊട്ടറ്റോ. നെക്സ്റ്റ് വൺ ഈസ് 3 വേർഡ്സ് ഒരുമിച്ച് തന്നിരിക്കുകയാണ്, 3 ഫ്രേസസ്, ആൻഡ് ദിസ് ഈസ് അവർ ലാസ്റ്റ് ഫ്രേസ് ഫോർ ദ ഡേ. മുളാസസ് ഫുഡ്, സ്നെയിൽ പീസർ, സ്ലോ പോക്ക്. ഇത് 3ഉം റെഫർ ചെയ്യുന്നത് ഒരേ കാര്യമാണ്. someone who moves very slowly, in someone who works very slowly. എല്ലാ കാര്യത്തിലും വളരെയധികം സ്ലോ ആയിട്ടുള്ളവരെ നമുക്ക് ഈ 3ൽ ഏത് ഫ്രേസ് യൂസ് ചെയ്തും പറയാം. ഇതൊക്കെ ഓർക്കേണ്ടത് നമുക്ക് വളരെയധികം ക്ലോസ് ആയിട്ടുള്ളവരോട് പറയാൻ പറ്റുന്ന വാക്കുകൾ മാത്രമാണ്. ഇതൊക്കെ സംവാട്ട് നെഗറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഈ കൗച്ച് പൊട്ടറ്റോ, മൊളാസസ് ഫുഡ്, സ്നെയിൽ പേസർ എന്നൊക്കെ. സോ യൂസ് ജുഡീഷ്യസ്ലി, ഹേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യരുത്, അറിഞ്ഞിരിക്കുക. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെയധികം സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരെ. കുറെയൊക്കെ വാക്കുകൾ, കുറെയൊക്കെ ഫ്രേസസ് കേട്ടിട്ടുള്ളതായിരിക്കാം, കേൾക്കാത്ത 1-2 ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ അനദർ സെറ്റ് ഉണ്ട്, നമ്മൾ ഇത് കഴിഞ്ഞ് വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. Till the next video, bye, take care.